മാന്യതയോടെ പറഞ്ഞു വിടണമായിരുന്നു. സർക്കാരിനെതിരെ പ്രേംകുമാറിന്റെ വിമർശനം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഇരട്ട നീതി നടന്നെന്ന് നടൻ പ്രേംകുമാർ. സച്ചിദാനന്ദൻ ഗുരുതരമായ പ്രസ്താവനയാണ് നടത്തിയത്. എന്നിട്ടും അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നു. ആശാ സമരവുമായി ബന്ധപ്പെട്ട പരാമർശമാണ് തന്നെ പുറത്താക്കാൻ കാരണം. എന്താണ് സംഭവിച്ചതെന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ആശാ സമര പരാമർശമാണ് കാരണമെന്ന് മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞത്. നടത്തിയത് സദുദ്ദേശപരമായ അഭിപ്രായമാണെന്നും പ്രേംകുമാർ പറഞ്ഞു. ഒരറിയിപ്പുമില്ലാതെയാണ് തന്നെ പുറത്താക്കിയത്. പുറത്താക്കുന്നത് സർക്കാരിൻ്റെ വിവേചന അധികാരമാണ്. അതിൽ അഭിപ്രായം പറയാൻ താൻ ആളല്ല. ഒരു സ്ഥാനത്ത് കുറച്ചു കാലമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ നമുക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച സഹപ്രവർത്തകരുണ്ട്. അവരോട് ഒരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് വിഷമം. മാന്യമായ യാത്രയയപ്പ് പോലും ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടെന്ന് കരുതുക. നാളെ മുതൽ അയാൾ വരണ്ടെന്ന് തീരുമാനിച്ചാൽ നമ്മൾ ഇന്ന് തന്നെ അദ്ദേഹത്തോട് പറയും, കൂലി ബാക്കിയുണ്ടെങ്കിൽ വാങ്ങിച്ചോണം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് എടുക്കണമെന്ന് പറയുന്നത് സാമാന്യ മര്യാദയാണ്. ആ ഒരു സാമാന്യ മര്യാദ എന്നോട് കാണിച്ചില്ല. താൻ പോയതിന് പിന്നാലെ നടന്ന സാംസ്കാരിക സംഗമത്തിലേക്ക് തന്നെ ക്ഷണിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. സച്ചിദാനന്ദൻ വളരെ ആദരണീയനായ പ്രതിഭയാണ്. അദ്ദേഹവുമായി ഒരു താരതമ്യം പോലും ഞാൻ അർഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ രണ്ട് പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളാണ് ചലച്ചിത്ര അക്കാദമിയും കേരള സാഹിത്യ അക്കാദമിയും. അവിടെ ഒരാളെ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ പുറത്താക്കുകയും മറ്റൊരാൾ അവിടെ തുടരുകയും ചെയ്യുകയെന്നത് ഇരട്ട നീതിയാണ്. ഒരുപക്ഷെ എനിക്ക് ഇല്ലാത്ത എന്തോ ഒരു അത്ഭുത സിദ്ധി മാഷിനുണ്ടാകും. അതുകൊണ്ടാണ് ആ സ്ഥാനത്ത് തുടരുന്നത്. സച്ചിദാനന്ദൻ മാഷ് ആ സ്ഥാനത്ത് തുടരുന്നതിലല്ല, അവിടെ ഒരു സാമാന്യ നീതി നിഷേധമുണ്ടായി. എന്നോട് കാണിച്ച നീതിയല്ല അദ്ദേഹത്തിനോടുണ്ടായത്. 35 വർഷമായി ഇടതുപക്ഷ അനുഭാവിയാണ്. കോടിയേരി സഖാവാണ് തന്നെ വൈസ് ചെയർമാനാകാൻ നിർബന്ധിച്ചത്. 15,000 രൂപയായിരുന്നു ഓണറേറിയം. സിനിമ പോലും മാറ്റിവെച്ച് പ്രവർത്തിച്ചു. അത്രയും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച ഇടത്തുനിന്ന് പറഞ്ഞു വിടുമ്പോൾ അതിനൊരു മാന്യത വേണമായിരുന്നു എന്നും പ്രേംകുമാർ പറഞ്ഞു.